പിന്നെ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ സുബൈർക്കോട് പറയാം, കുഴപ്പമൊന്നുമില്ല. പാപ്പച്ചേടല്ല, ദേ ഈ നൂറിനോട് പറഞ്ഞാ മതി, എന്തായാലും ഞാൻ പരിഹരിച്ചു തരാം. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഞങ്ങൾ സ്വന്തം ഒന്നും പറഞ്ഞ് കൂട്ടിക്കൊണ്ടു പോകുന്നത് ഇവരെ മാത്ര. ഇതങ്ങനെ ഉപേക്ഷിച്ചു പോരാൻ തോന്നിയില്ല. ഞാൻ ഒന്ന് പോയിട്ട് വരാം. ഇതിപ്പോ എവിടെയാ മോളെ ഒന്ന് വെക്കുക? ഭഗവാനെ വെക്കാനല്ലേ? ഞങ്ങളുടെ നിസ്കാരമുറി ഇവിടെ ആയിരുന്നു. ഉപ്പായും ഉമ്മച്ചിയും ഒക്കെ നിസ്കരിച്ചിരുന്ന സ്ഥലാ. ഈശ്വരൻ പലർക്കും പലതാണെങ്കിലും വിളി കേൾക്കുന്നത് ഒരൊറ്റ ഒരാൾ തന്നെ മോളെ. ആ ഒരേ ഒരു ശക്തിയിലാ ഈ പ്രപഞ്ചം തന്നെ നിലനിൽക്കുന്നത് തന്നെ. ആ ശക്തിയെ നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ ഓരോ പേര് കൊടുത്ത് പൂജിക്കുന്നേ ഉള്ളൂ. നിങ്ങൾ നിസ്കരിക്കുന്നു, ഞങ്ങൾ നമസ്കരിക്കുന്നു, എല്ലാം ചെന്നെത്തുന്നത് ഒരാളിലാ. എനിക്ക് എല്ലാ മതങ്ങളും ഇഷ്ടാ. എല്ലാ ദൈവങ്ങളും ആഗ്രഹിക്കുന്നത് മനുഷ്യരുടെ നന്മയാണല്ലോ. അപ്പൊ പിന്നെ നമ്മൾ എന്തിനാ ദൈവങ്ങളെ വേർതിരിച്ച് കാണുന്നത്? മോളെ കണ്ടപ്പോ തന്നെ മനസ്സിലായി ഞങ്ങളുടെ ഒപ്പം കൂടുന്ന ആളാണെന്ന്. എല്ലാ കാര്യങ്ങളിലും നല്ല അറിവുണ്ടെങ്കിലേ ഇങ്ങനെയൊക്കെ വ്യക്തമായി സംസാരിക്കാൻ പറ്റൂ. ദൈവങ്ങളെ നമുക്ക് ദാ ഇവിടെ വെച്ചാലോ? ആ, അവിടെ വെക്കാം മോളെ. ആ, ഇവിടെയാകുമ്പോ എനിക്ക് ദിവസവും വിളക്ക് വെച്ച് ഇങ്ങനെ നിന്ന് പ്രാർത്ഥിക്കാൻ പറ്റും. എന്റെ കൃഷ്ണ, ഞങ്ങളിതാ യാത്ര ഇവിടം വരെ എത്തി നിൽക്കുക. ഇനി എങ്ങനെ മുന്നോട്ട് പോണെന്ന് നീ തന്നെ തീരുമാനിച്ചാൽ മതി. അയ്യോ, ഇവിടെ പൊട്ടിലുണ്ടായിട്ടുണ്ടല്ലോ. ഇതെങ്ങനെ പറ്റി? നോക്കട്ടെ. ശരിയാണല്ലോ, പൊട്ടിയിട്ടുണ്ട്. അവിടെ അവിടെ കളറും പോയിട്ടുണ്ട്. പക്ഷെ കൃഷ്ണനൊന്നും പറ്റിയിട്ടില്ല. അതല്ല മോളെ, വീട്ടിലുള്ള വിഗ്രഹങ്ങൾക്ക് കേടുപാടുകൾ ഉണ്ടാകുന്നത് ആ വീട്ടിലുള്ളവർക്ക് കഷ്ടകാലം വരുമ്പോഴാന്നാ പറയുന്നേ. ഇനി എന്ത് കഷ്ടകാലം വരാനാ ഭാമേ? ഉണ്ടായിരുന്ന എല്ലാം തച്ചുടച്ച് കൂടും കുടുക്ക എടുത്ത് രാഖിരാമാൻ ഇറങ്ങിയതല്ലേ. മുന്നോട്ടിനി എങ്ങനെ ജീവിക്കണമെന്നും അറിയത്തില്ല. ഇതിൽ കൂടുതൽ നമുക്ക് എന്തോ വരാനാ? ഭൂമിയോളം താന്നാ പിന്നെ പോകാൻ പാതാളമേ ഉള്ളൂ. ഇനി മറ്റൊന്നും നോക്കിയിട്ട് കാര്യമില്ല. ഉള്ള സ്ഥലത്ത് ഉള്ളതുപോലെ ശിഷ്ടകാലം ജീവിച്ച് തീർക്കാം. ഇനിയൊരു വീടെന്ന സ്വപ്നമൊന്നും എനിക്കില്ല. അതിനുള്ള പാങ്ങും എനിക്കിനിയില്ല. അങ്ങനെയൊന്നും പറയല്ലേ.